إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിനായി സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു അവന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മഹാന്മാരുടെ കൂടെ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗലോകത്തേക്ക് ഇടം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കേവർക്കും സുപരിചിതമായ ഒരു അധ്യായമാണ് സൂറത്തു തക്കാസുർ. ഒരുപാട് ഗുണപാഠങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുള്ള വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തൊട്ടുണർത്തുന്ന മഹനീയമായ അധ്യായം. വിശ്വാസരംഗത്തും ഇബാദത്തുകളുടെ മേഖലകളിലും സ്വഭാവ സംസ്കാര രംഗത്തും ഇടപാടുകളിലുമെല്ലാം നമ്മുടേതായ ഭാഗധേയം എത്രത്തോളം ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എത്രത്തോളം സൂക്ഷ്മതയുള്ള ജീവിതം ജീവിക്കണം എന്നതിനെ കുറിച്ചെല്ലാം വളരെയേറെ കാര്യഗൗരവത്തോടെ നമ്മെ താക്കീത് നൽകുന്ന ഉണർത്തുന്ന അധ്യായമാണ് സൂറത്തു തക്കാസുർ. വളരെ പ്രാധാന്യത്തോടുകൂടി അല്ലാഹു അതിന്റെ ആദ്യഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരിൽ ചിലരുടെയെങ്കിലും അവസ്ഥയാണ്. പരലോകത്തെ മറക്കുകയും ദുനിയാവിലെ വിഭവങ്ങൾക്ക് വേണ്ടി മാത്സര്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം, അത് നിങ്ങളെ നന്മയിൽ നിന്ന് അശ്രദ്ധമാക്കിയിരിക്കുകയാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ അതിൽ ആദ്യമായി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യരിൽ പലരുടെയും സ്വഭാവത്തിലുള്ള ദൂഷ്യമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. പണം സമ്പാദിക്കരുതെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ധനത്തിന് വേണ്ടി ജോലി ചെയ്യരുത്, അധ്വാനിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്ലാമിന് എപ്പോഴും കണിശതയുണ്ട്. ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും ആഖിറം മറന്നുകൊണ്ടായിരിക്കരുത്. പരലോകമുണ്ടെന്ന ബോധമില്ലാതെ, വിശ്വാസമില്ലാതെ, ദൃഢമായ ആ നിശ്ചയം മനസ്സിലില്ലാതെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ തെല്ലും വകവെക്കാതെ
ഐഹിക ജീവിതത്തിന്റെ പളപളപ്പുകൾക്കും സുഖാഡംബരങ്ങൾക്കും പിന്നാലെ കുതിച്ചുപായുന്ന മനുഷ്യ സമൂഹത്തോടുള്ള പറയുകയാണ് അൽഹാകുമുത് തകാസുർ. പണത്തിന്റെയും അതുപോലെ തന്നെ സന്താനങ്ങളുടെയും സമ്പത്തിന്റെയും ഒക്കെ പേരിൽ പെരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഈ സ്വഭാവം ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരേക്കും, മരിക്കുവോളം ഈ ഒരു ദുര, മരിച്ചാലും തീരാത്ത ഈ ഒരു ആർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, മനുഷ്യന് സ്വർണത്തിന്റെ 2 മലഞ്ചെരുവുകൾ ഉണ്ടായിരുന്നാലും താഴ്വരകൾ ഉണ്ടായിരുന്നാലും അവൻ കൊതിച്ചു പോകും, എനിക്ക് മൂന്നാമത്തൊന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. മനുഷ്യന്റെ ഖബറിൽ അവന്റെ വായിൽ മണ്ണ് വീഴപ്പെടുന്നത് വരേക്കും ഈ ഒരു ദുരയും അത്യാർത്ഥിയും അവനെ ഭരിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യന് പ്രായമാകുന്തോറും മനുഷ്യനിൽ യൗവനം പ്രാപിച്ചു വരുന്ന ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ ദുർഗുണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുനിയാവിനോടുള്ള പ്രേമവും പണത്തോടുള്ള ആർത്തിയും ജീവിക്കണം ഇനിയും ഒരുപാട് കാലം എന്ന ആഗ്രഹവുമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇസ്ലാം പറയുന്നത് മനുഷ്യർക്ക് ഈ ഒരു ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയും 4 കാശുണ്ടാക്കണം, എന്തും വരട്ടെ 4 കാശുണ്ടാക്കണം, പണമുണ്ടാക്കണം. അതിനായി ഇവിടെ വന്നത്, അതിനാണ് ഇവിടെ അധ്വാനിക്കുന്നത്. നിയമങ്ങളും നിയമാവലികളും അതിർത്തികളും പരിധികളും പരിമിതികളും വിധിവിലക്കുകളും ഒക്കെ കുറച്ച് കഴിയട്ടെ, അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്. ഇപ്പൊ അതിനായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ഉന്നം വേണ്ടത് പണമുണ്ടാക്കുക, പണമുണ്ടാക്കുക. ഈ ഒരു ഈ ഒരു ആഗ്രഹം മനുഷ്യ മനസ്സിൽ കടന്നുകൂടിയാൽ ഉണ്ടാകാൻ പോകുന്ന മാരകമായ രോഗം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും, നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ, അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ശരിക്കും ഓർത്ത് ജീവിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. ആരെങ്കിലും ആ നിലക്കാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികളെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ആയത്തിലൂടെ റബ്ബ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്? വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് നിങ്ങൾ പണമുണ്ടാക്കണ്ട എന്നല്ല, നിങ്ങൾ ധനത്തിന് വേണ്ടി അധ്വാനിക്കണ്ട, ജോലി ചെയ്യണ്ട, അതിനുവേണ്ടി പരിശ്രമിക്കണ്ട എന്നല്ല. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കരുത്, നിങ്ങൾ പള്ളിമൂലകളിൽ കഴിഞ്ഞുകൂട്ടണം ഇബാദത്തുകളിൽ മാത്രമായി കൊണ്ട് എന്നല്ല. നിങ്ങളുടെ സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുതേ. മനുഷ്യനിൽ അത്യാർത്തി കടന്നുകൂടിയാൽ, മനുഷ്യനിൽ ഏറ്റവും വലിയ ദുരാഗ്രഹങ്ങൾ മൂത്തു കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ രോഗം ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ദിക്റുല്ലയിൽ നിന്ന് അവന്റെ മനസ്സ് തെറ്റിപ്പോകും, പടച്ചവനെ കുറിച്ച് മറന്നുപോകും, അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങും. അവിടെ പിന്നെ നിയമങ്ങൾ ഉണ്ടാവില്ല, അവിടെ ഹലാല് ഹറാമുകൾ അവന്റെ കാതിലേക്ക് ആര് കേൾപ്പിച്ചാലും ശ്രദ്ധിക്കില്ല. അത് കേൾക്കണ്ട, എനിക്കത് വായിക്കണ്ട, അത് മനസ്സിലാക്കണ്ട, എനിക്കെന്റെ തീരുമാനമുണ്ട് എന്ന ധിക്കാരവും അഹന്തയും ആ മനസ്സിനെ വരിഞ്ഞു മുറുക്കി അഹങ്കാരിയാക്കും. ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് നിങ്ങൾ വീഴരുത് വിശ്വാസികളെ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാനെ മറപ്പിച്ചു കളയുന്ന നിലക്കുള്ള ഒരു പണസമ്പാദനം വേണ്ട. പടച്ചവനെ മറന്നു കളഞ്ഞുകൊണ്ടുള്ള ഒരു മക്കളെ സ്നേഹം, മക്കൾ എന്താവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കുന്നു, അവർക്ക് എന്തും ചെയ്തു കൊടുക്കുന്നു. അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാവട്ടെ അല്ലാതിരിക്കട്ടെ, അതിലേക്ക് നോട്ടമേയില്ല. അതുപോലെ പണം തനിക്ക് വരുന്ന വഴി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അതെങ്ങനെ വരുന്നു എന്നത് അവന് ചിന്തിക്കുന്നേയില്ല. കാരണം അള്ളാഹുവിന്റെ നിയമാതിർത്തികളെ കുറിച്ച് അവന് ബോധമില്ല. ഈ നിലക്ക് പടച്ച റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് മറന്നുകൊണ്ടുള്ള ഒരു പണത്തിന്റെയും സന്താനത്തിന്റെയും പിന്നാലെ പോക്ക് നഷ്ടത്തിൽ മാത്രമേ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുകയുള്ളൂ. എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ നിങ്ങൾ കിടമാത്സര്യം കാണിക്കേണ്ടത്, മത്സരബുദ്ധി കാണിക്കേണ്ടത് അള്ളാഹുവിന്റെ അടുക്കൽ ബാക്കിയാകുന്ന നിങ്ങളുടെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.
പണത്തോടുള്ള ആർത്തിമൂത്തുകൊണ്ട് മനുഷ്യൻ പറയും, മാലി മാലി, എന്റെ മുതല്, എന്റെ മുതല്, എന്റെ പണം, എന്റെ പണം എന്നിങ്ങനെ മനുഷ്യൻ ആർത്തിയോടെ പറഞ്ഞു നടക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, വഹല്ലക യബ്ന ആദം, ഓ മനുഷ്യപുത്ര, നിനക്ക് എന്താ ഉള്ളത്? മിൻ മാലിക, നിന്റെ മുതലിൽ നിന്ന്, ഇല്ലാ മാ അകൽത, നീ വല്ലതും ഭക്ഷിച്ചുവെങ്കിൽ അതേ നീ തിന്നു, ഫാഫിനൈത, നീ നശിപ്പിച്ചു കളഞ്ഞു, തിന്നത് പോയി, ഭക്ഷണം കഴിച്ചു, അത് പോയി. ഔ ലബിസ്ത ഫാബിലൈത, നീ വസ്ത്രം ധരിച്ചു, അത് നുരുമ്പിപ്പോയി, ബാക്കിയുണ്ടോ നിന്റെ കയ്യിൽ വല്ലതും? ഔ തസദ്ദഖത ഫഅംദൈത, നീ വല്ലതും ധർമ്മം ചെയ്തുവെങ്കിൽ അതാണ് നീ അവിടെ ബാക്കിയാക്കിയത്. ധർമ്മം ചെയ്തതേ ബാക്കിയുള്ളൂ, മറ്റതൊക്കെ പോയി. പണം കൊണ്ട് എത്രയാ നീ ആസ്വദിക്കുന്നത്? എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എത്ര വലിയ എത്രയും ഉന്നതനാണെങ്കിലും ആർക്കൊരു മനുഷ്യന് എത്രയാ തിന്നാൻ കഴിയാം? വലിയ കാശുള്ളവനാണ് വിചാരിച്ച് ഒരുപാട് വയറുള്ള നൽകിയിട്ടില്ലല്ലോ. ഒരുപാട് ഡ്രസ്സ് ധരിക്കാൻ അയാളുടെ ശരീരത്തിൽ അവയവങ്ങളും മേനിയൊന്നും നൽകിയിട്ടില്ലല്ലോ. ആർക്കും ധരിക്കാനും കഴിക്കാനും ഒക്കെ പരിധികളുണ്ട്. അതും അതിൻ്റെതായ പ്രത്യേകമായ ഘട്ടങ്ങളിലെത്തുമ്പോൾ ജീവനോടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിലും ഇഷ്ടമുള്ളത്, ആശയുള്ളത് കഴിക്കരുതെന്ന് ഡോക്ടർ പറയുമ്പോൾ അതേ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം വരെ നിർത്തിവെക്കേണ്ട അവസ്ഥ. ജീവിതമാണിത്. ഇത്രയും വളരെ കുറഞ്ഞ കാലത്തെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ശാശ്വതമായ റബ്ബിന്റെ സ്വർഗത്തെ നീ മറന്നുകൊണ്ട്, അവന്റെ നരകശിക്ഷയെ ഭയപ്പെടാതെ ജീവിച്ചുകൊണ്ട് ഈ പെരുമലടിക്കലിലൂടെ മരണം വരെ ഈ ദുരയും മൂത്തുകൊണ്ട് ഓടിപ്പായുകയാണോ മനുഷ്യ? നിനക്കെന്ത് സംഭവിച്ചു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അവിടുന്ന് പറയുന്നു, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി വല്ലതും അധ്വാനിക്കാനാണ് നീ ചെയ്യേണ്ടത്. കാരണം ഒരു ജനാസയുടെ പിന്നാലെ, ഒരു മയ്യത്തിന്റെ പിന്നാലെ തുടരുന്നത് 3 കാര്യങ്ങളാണ്. അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും അവൻ ചെയ്ത പ്രവർത്തനങ്ങളും ഒക്കെ അവന്റെ കൂടെയുണ്ട്. പക്ഷേ 2 അവിടെ തിരിച്ചു പോരുകയാണ്. അവന്റെ ഖബറിൽ കൂടെയില്ല. എല്ലാ ബന്ധുക്കളും മിത്രാദികളും സ്നേഹജനങ്ങളും കൂട്ടുകാരും പണത്തിന്റെ അവകാശികളും അനന്തരാവകാശികളും സ്വത്തിന്റെ കണക്ക് സൂക്ഷിപ്പുകാരും അതിന്റെ ഉദ്യോഗസ്ഥന്മാരും ആരൊക്കെ എത്ര വലിയ സമ്പന്നനാണ്, ആർക്കൊക്കെ എത്രത്തോളം ഉദ്യോഗസ്ഥ പ്രമുഖരും കണക്കെഴുത്തുകാരും അക്കൗണ്ട് സൂക്ഷിപ്പുകാരും PA കളും ആരൊക്കെ ഉണ്ടായിരുന്നാലും സകല പരിവാരങ്ങളും നിന്റെ ഖബർ വരെ, ഖബറിൽ നിന്നെ ആറ്റിക്കഴിഞ്ഞാൽ നിന്റെ കണക്കെഴുത്തുകാരും നിന്റെ ധനത്തിന്റെ സൂക്ഷിപ്പുകാരും നിന്റെ സമ്പത്തിന്റെ ആളുകളും നിന്റെ അവകാശികളും നിന്റെ സ്നേഹജനങ്ങളും നിന്റെ മിത്രങ്ങളും എല്ലാവരും തിരിച്ചു പോന്നു. നീ മാത്രം ബാക്കിയാണ് നിന്റെ കൂടെ. അവന്റെ കർമ്മം മാത്രം ബാക്കിയാണ്. അതുകൊണ്ട് അധ്വാനിക്കുന്നവർ, പരിശ്രമിക്കുന്നവർ ഏറ്റവും കൂടുതൽ മാത്സര്യം കാണിക്കേണ്ടത് തന്റെ ഖബറിൽ തന്നോടൊത്തി എന്നും ബാക്കിയാകുന്ന തന്റെ സൽക്കർമ്മങ്ങളിലേക്ക് ഒരൽപ്പം ഞാൻ കൊടുക്കട്ടെ, ഒരൽപ്പം ഞാൻ ചെയ്യട്ടെ, അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപൃതനാവട്ടെ എന്നാണ്. അതേ അവസരത്തിൽ ഈ ഒരു ധാരണയില്ലാതെ പണത്തിന്റെ പിന്നാലെ മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ദാരിദ്ര്യത്തെക്കാളും ഭയപ്പെടുന്നത് നിങ്ങൾ സമ്പന്നരായി പോകുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി അവിടുന്ന് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, നിങ്ങളിൽ ദാരിദ്ര്യം വന്നു പോകുന്നതല്ല ഞാൻ പേടിക്കുന്നത്, നിങ്ങൾ ദരിദ്രരായി പോകുന്നതിലല്ല എനിക്ക് പേടി. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, നിങ്ങൾക്ക് ദുനിയാവ് ധാരാളമായി അല്ലാഹ് ഇങ്ങ് തന്നു തരുമോ? നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടിയാൽ അതുപോലെ കമാ ബുസിത്തത് അലാ മൻ കാന ഖബലകും, നിങ്ങളുടെ മുൻഗാമികളിൽ പലർക്കും അങ്ങനെ പടച്ചവൻ ഒരുപാട് കൊടുത്തപ്പോഴോ ഫതനാഫസുഹാ കമാ തനാഫസുഹാ, അങ്ങനെ അവരതിൽ കിടമാത്സര്യം കാണിച്ചതുപോലെ നിങ്ങളും ഇതിൽ കിടമാത്സര്യം കാണിക്കുകയും വതുൽഹിയകും കമാൽഹതുഹും, ആ പണത്തിന്റെ പിന്നാലെ നടന്ന് റബ്ബിനെ മറന്നുകൊണ്ട് അവർ ജീവിച്ചതുപോലെ പണം നിങ്ങളെയും റബ്ബിനെ മറപ്പിക്കുമോ? ഇതാണ് ഞാൻ നിങ്ങളിൽ ഏറെ ഭയപ്പെടുന്നതെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തുകൾക്കും ഹദീസുകൾക്കുമൊന്നും തഫ്സീർ വേണ്ടാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ പരത്തി പറയാതെ മനസ്സിലാകുന്ന ഉത്ബുദ്ധരായ ആളുകളാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും.
എന്തൊക്കെ ഈ സമൂഹത്തിൽ പണം വരുത്തി വെച്ചു, നമ്മളിൽ അതെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി, നമ്മുടെ കുടുംബങ്ങളുടെ സ്വഭാവങ്ങളിൽ അതെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇല്ലായ്മയുടെ കാലങ്ങളിൽ നിന്ന് അതേ ഒരുപാട് സൗകര്യങ്ങളുടെ ലോകത്തെത്തിയപ്പോൾ നമ്മൾ എത്രമാത്രം തകർന്നടിഞ്ഞു പോയി എന്നത് ഒരു കിതാബും നോക്കാതെ, ഒരു ഗ്രന്ഥങ്ങളും പരരാതെ, ഒരല്പനേരമൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചാൽ നമ്മുടെ മനസ്സുകൾ അതേ നിൽക്കാത്തത്ര എഴുതാൻ മാത്രം നമ്മുടെ മനസ്സുകൾ നമ്മോട് അതിന്റെ തഫ്സീർ വിളിച്ചു പറയും. നീയാണതിന് സാക്ഷി, നീയാണതിന് സാക്ഷി എന്ന്. ഈ ആയത്തിന്റെയും ഈ ഹദീസിന്റെയും തഫ്സീർ ഞാനാണ്, നീയാണ് എന്ന് നമ്മളോട് നമ്മുടെ മനസ്സാക്ഷി ഇങ്ങനെ പറയും. അത്രത്തോളം നമ്മൾ അധപ്പതിച്ചു പോയി. ഈ ഒരു താല്പര്യവും ഈ ഒരു പണത്തിന്റെ പിന്നാലെയുള്ള പോക്കും, പടച്ചവനെ മറക്കലും, പണമുണ്ടാക്കുമ്പോൾ അത് ഏത് വഴി എന്ന് ചിന്തിക്കാതിരിക്കലും, ഈ ഹറാമിന്റെ പിന്നാലെ പോകലും, മനുഷ്യ നിനക്ക് ഏതുവരെയാണ്? അറിയും, കൃത്യമായി അറിയും, വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കും. നരകം നിങ്ങൾ കാണുമ്പോ അത് തിരിയും. നിങ്ങൾക്ക് ദൃഢമായ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, അതേ ഇൽമുൽ യഖീൻ, നല്ല ഉറപ്പുള്ള അറിവുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഖുർആൻ പറയാണ്. എന്തായി ഉറപ്പുള്ള അറിവ്? നല്ല ദൃഢമായ അറിവെന്താ? പടച്ച റബ്ബ് എനിക്ക് വിധിച്ചത് എനിക്ക് കിട്ടും, കിട്ടിയതിൽ തൃപ്തിപ്പെടണം, കിട്ടാത്തതിൽ നിരാശ ബാധിക്കരുത്, ആശങ്കയുണ്ടാകരുത്, അരുതാത്തത് പറയരുത്. കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് വാരി വലിച്ച് ഏത് ഹറാമിലൂടെയും വാരിക്കൂട്ടാൻ ശ്രമിക്കരുത്. പടച്ച റബ്ബിൽ നീ തവക്കുലാക്കണം. നിനക്ക് നൽകപ്പെട്ട സമയവും സൗകര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിന്നാലാകുന്ന ഹലാലായ അധ്വാനങ്ങൾ അധ്വാനിക്കണം. എന്നിട്ട് കിട്ടിയതിൽ തൃപ്തിപ്പെടണം, കിട്ടാത്തതിന്റെ പേരിൽ നിരാശയുണ്ടാകരുത്. അങ്ങനത്തെ ഇൽമുൽ യഖീൻ കിട്ടിക്കഴിയണം. ഉറപ്പാണ്, അല്ലാഹ് എന്നെ കൈവിടില്ല, അല്ലാഹ് എനിക്കുണ്ട്, അല്ലാഹ് ഞാൻ പറഞ്ഞിടത്തുണ്ട് എന്ന ദൃഢമായ വിശ്വാസം ഒരു മനുഷ്യരിൽ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് പടച്ചവൻ അത്ഭുതകരമായ നിലക്ക് സഹായിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രത്തിലൂടെ ഉണർത്തുന്നത്. അത്ഭുതകരമായ ഒരു ചരിത്രം അവിടുന്ന് പറയുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ തോന്നൂല, ഇങ്ങനെയൊക്കെ നടക്കൂ, ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഒരു മനുഷ്യന്റെ ചരിത്രം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഒരു സമ്പന്നനായ ഒരാളോട് 1000 ദിർഹം കടം ചോദിച്ചു. ഒരു ദിവസം കടം കൊടുക്കാമെന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, സാക്ഷിയെ കൊണ്ടുവരണം, നിനക്ക് ഞാൻ കടം തന്നു എന്നുള്ളതിന് സാക്ഷി വേണമല്ലോ. ഈ മനുഷ്യൻ പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹ് എന്നെ സാക്ഷി, അല്ലാഹ് എന്നെയാണ് സാക്ഷി. അപ്പൊ പറഞ്ഞു, ഒരു കഫീൽ, ഇതിനൊരു കഫീലിനെ കൊണ്ടുവരാൻ, നിങ്ങൾ തന്നില്ലെങ്കിൽ ജാമ്യക്കാരൻ വേണം. കഫാ ബില്ലാഹി വക്കീല, അല്ലാഹ് എന്നെയാണ് കഫീൽ, അല്ലാഹ് എന്നെയാണ് കഫീൽ. ഈ മനുഷ്യനും സമ്പന്നനായ ഈ മനുഷ്യനും പടച്ചറബിൽ നല്ല ഉറച്ച വിശ്വാസമുള്ള ആളാണ്. രണ്ടാളും നല്ല വിശ്വാസികളാണ്. അദ്ദേഹം പറഞ്ഞു, സദഖ്ത, നിങ്ങൾ സത്യ പറഞ്ഞു, എനിക്ക് വിഷമല്ല, ഇതാ പിടിച്ചോളൂ. 1000 ദീനാർ ഈ മനുഷ്യൻ അദ്ദേഹം നൽകുകയാണ്. ഇനി കേട്ടോ, ഫലമ്മാ ഹല്ല അജലു സദാദ്, പറഞ്ഞ സമയമെത്തി. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഇന്ന ഡേറ്റിന് നിങ്ങളുടെ കയ്യിൽ കാശെത്തിച്ചിരിക്കും. മറുകരയിൽ താമസിക്കുന്ന ഒരു സഹോദരനാണ് കടം വാങ്ങിയ വ്യക്തി, അപ്പുറത്തേക്കാണ് കാശെത്തിക്കേണ്ടത്. ഇദ്ദേഹം പറഞ്ഞ ദിവസം കൃത്യമായി അതാ ഈ കടലിന്റെ സമീപത്തേക്ക് വന്നു നിൽക്കുകയാണ്. യൽതമിസു മർക്കബൻ യർകബുഹാ, ഒരു വാഹനം വേണ്ടേ, ഒരു കപ്പൽ വേണ്ടേ അപ്പുറത്തെത്താൻ. അപ്പൊ അക്കരെ പറ്റാൻ ഒരു വാഹനം അന്വേഷിച്ച് തീരത്തെത്തിയപ്പോൾ ഒരു വാഹനവും കണ്ടില്ല, ഒരു കപ്പലും കണ്ടില്ല, ഒരു വഞ്ചിയും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. ഫഅഖദ ഖശബ, ഈ മുഅ്മിനായ മനുഷ്യൻ ചെയ്ത പണിയാണ്. ഒരു മരക്കൊള്ളി എടുത്തു. ഫനഖറഹാ, എന്നിട്ട് ആ മരക്കഷണത്തിൽ ഒരു തുളയുണ്ടാക്കി, നന്നായി ഒരു തുള തുരച്ചുണ്ടാക്കി. ഫഅദ്ഖല ഫീഹാ അൽഫ ദീനാരിൻ വസഹീഫതൻ മിൻഹു ഇലാ സാഹിബിഹി, അദ്ദേഹം ആ മരത്തിന്റെ തുളയിൽ എന്ത് നിക്ഷേപിച്ചു? 1000 ദീനാർ അതിൽ നിക്ഷേപിച്ചു. വസഹീഫതൻ മിൻഹു ഇലാ സാഹിബിഹി, ഒരു കത്തുമെഴുതി, പ്രിയ സഹോദര, താങ്കൾ എന്നെ ഏൽപ്പിച്ച 1000 ദീനാർ പറഞ്ഞ സമയത്തിതാ താങ്കളിലേക്ക് ഏൽപ്പിക്കുന്നു. ആരാത് കൊടുക്കുക? ആരാത് കൊടുക്കുക? ആരാത് കൊണ്ടുപോയി കൊടുക്കുക? ഈ കടലിന്റെ അപ്പുറത്തേക്ക് ഇത് ആരെത്തിക്കും? എങ്ങനെ ഇതെത്തും? അതെ,
എന്റെ നാഥൻ എത്തിക്കും എന്ന കുറച്ച വിശ്വാസം. ആരാ സാക്ഷി എന്ന് ചോദിച്ചപ്പോൾ കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹയാണ് സാക്ഷി. ഇത് ടൈമിന് എന്റെ കയ്യിലെത്തും എന്നതിന് ജാമ്യക്കാരനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ കഫാ ബില്ലാഹി കഫീല, അല്ലാഹയാണ് കഫീൽ എന്ന് പറഞ്ഞ ഉറച്ച വിശ്വാസമുള്ള ഹൃദയത്തിന്റെ ആ കൈകൾ മരക്കഷണത്തിൽ തുളയുണ്ടാക്കി 1000 ദീനാറും കത്തുമെഴുതി വെച്ചിട്ട് സമുദ്രത്തിലേക്ക് കിട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സമുദ്രത്തിലേക്ക് കിട്ടു. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ഡേറ്റിന് അക്കരെ കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ വരും തന്നിൽ നിന്ന് കടം വാങ്ങിയ വ്യക്തി, ഇപ്പോൾ വരും അദ്ദേഹത്തിന്റെ കപ്പലും പ്രതീക്ഷിച്ച് തോണിയും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. ഇയാൾ ഇങ്ങനെ കരയിൽ അക്കരെ കാത്തു നിൽക്കുകയാണ് തന്റെ 1000 ദീനാറ് കിട്ടാൻ. അന്നേരം അതാ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ഒരു വലിയ മരത്തടി കാണുന്നു. ഒരു മരത്തടി ഇങ്ങനെ തിരയടിച്ച് കരയിലേക്ക് വരുന്നു. ഇത് പണാന്ന് വിചാരിച്ചെടുത്തൊന്നുമല്ല, നല്ലൊരു മരക്കഷ്ണം കിട്ടിയല്ലോ, വീട്ടിൽ കൊണ്ടുപോയിട്ട് വിറകാണല്ലോ, വിറകായിട്ട് ഉപയോഗിക്കാലോ. കിട്ടിപ്പോയി, നല്ലൊരു മരക്കഷ്ണം കിട്ടി. ആ മരക്കഷ്ണം കൊണ്ടുപോയി വിറകാക്കി കത്തിക്കാൻ ഉപയോഗപ്പെടുത്തിയത് വീട്ടുകാരുടെ കയ്യിൽ കൊടുത്ത് അവരത് വെട്ടി പൊളിച്ചപ്പോൾ 1000 ദീനാറും കത്തും അദ്ദേഹത്തിന് കയ്യിൽ കിട്ടുകയാണ്. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ, നമ്മളൊക്കെ കഫാ ബില്ലാഹി ഷഹീദാന്നൊക്കെ പറയലുണ്ട്. അള്ളണ്ട്, അള്ള തന്നെയാണോ സാക്ഷി? ആരാ നമുക്ക് പൈസ തരാ? അള്ളേ സാക്ഷി ആരാ? എന്നാ അള്ളാന്റെ അടുത്ത് പോയി ചോദിച്ചോ. അള്ള എന്നെ കഫീർ എന്നാ മാറി നിൽക്കുന്ന് പറയും അല്ലേ? അത്ര കണിശമായി രണ്ടാൾക്കുമുള്ള പടച്ചവനിലുള്ള സിഖത്ത്, ദൃഢമായ വിശ്വാസമുണ്ടായാൽ, ഇൽമുൽ യഖീൻ ഉണ്ടായി കഴിഞ്ഞാൽ, അതേ പതറാതെ അവനവന്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനും ഉള്ളതിൽ തൃപ്തിപ്പെടാനുമുള്ള ഒരു മനസ്സ് ഉണ്ടായിത്തീരും. ഇതില്ലാത്തത് കൊണ്ടാണ് ഈ ഹറാമിന്റെ പിന്നാലെ ദുരമൂത്തുകൊണ്ട് മനുഷ്യാനി ഓടിപ്പോകുന്നത്. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതെന്ത്? അതേ കല്ലാ ലൗ തഅലമൂന ഇൽമുൽ യഖീൻ, ഉറപ്പായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കൂല. ഇതും പറഞ്ഞ് പിന്നെ പറയുന്നത്, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. കൃത്യമായി അന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അധ്യായം അവസാനിപ്പിച്ചത് ജീവിതത്തിലെ എന്തെന്ത് അനുഗ്രഹങ്ങളും നമുക്ക് അല്ലാഹ് തന്നതാണ്. ഇല്ലായ്മയുടെ കാലത്ത് പലപ്പോഴും വിനീതരായി ജീവിച്ചവർ ഉണ്ടായപ്പോൾ അഹങ്കാരികളായി തീർന്നപ്പോൾ ചിന്തിച്ചില്ല എവിടെ നിന്ന് വന്നു എന്ന്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, നിന്റെ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്തിനെ കുറിച്ചൊക്കെ ചോദിക്കും. എന്തായി ചോദിക്കാന്ന് പറഞ്ഞാ, കിട്ടിയത് വഴി എങ്ങനെ കിട്ടി, എന്തിന് ചെലവഴിച്ചു, അതെ നീ അത് കിട്ടിയതിന് റബ്ബിനോട് ശുക്ർ പറഞ്ഞോ, നീ നല്ലവനായി ജീവിച്ചോ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും രാത്രിയിൽ ഒരു രാത്രിയോ പകലോ ഹദീസിൽ സംശയമുണ്ട്, യൗമോ ഔ ലൈല, ഒരു പകലിലോ ഒരു രാത്രിയിലോ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മദീനത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അള്ളാന്റെ റസൂൽ. അതേ അവസരത്തിലുണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുറത്തുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട് പുറത്ത്. രണ്ടാളും ചോദിച്ചു, മാ ഖറജകുമാ, എന്തായി രണ്ടാളും ഈ നേരത്തെ ഇറങ്ങിയിരിക്കുന്നത്? അവർ രണ്ടാളും പറഞ്ഞു, അൽ ജൂഉ യാ റസൂലല്ലാഹ്, അൽ ജൂഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വിശന്നിട്ടാണ്, വിശപ്പ് സഹിക്കാഞ്ഞിട്ട് പുറത്തിറങ്ങിയതാ, വീട്ടിലിരുന്ന് ഉറക്കം വരുന്നില്ല, വിശപ്പാണ് പുറത്തിറക്കിയത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും മറുത്തൊന്നും പറയാനില്ല. ഇവിടുന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടാളെയും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ വിഷമം എന്താണോ അത് തന്നെയാണ് എന്നെയും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനും വിശക്കാണ്. ലോകം കണ്ട ഏറ്റവും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ആ സ്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള 2 നേതാക്കൾ വിശന്നുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരില്ല, ഖൂമു, വരിൻ, എഴുന്നേൽക്കൂ. ആ 2 പേരെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സന്ദർഭത്തിൽ അൻസാരി അവിടെയില്ല, ഭാര്യയാണുള്ളത്. കണ്ടപ്പോൾ തന്നെ മർഹബാ അഹ്ലൻ വസഹ്ലാ,
ആ സഹോദരി പറയാണ്, ആരായി വന്നിരിക്കുന്നത്? മർഹബാ. അത് പറഞ്ഞു തീർന്നില്ല. എവിടെ പോയി ഭർത്താവ് എന്ന ചോദ്യത്തിന് പുറത്തു പോയിരിക്കുകയാണ്, ഇപ്പൊ വരുന്നു പറയുമ്പോഴേക്ക് ഭർത്താവ് തിരിച്ചു വന്ന് കണ്ടപ്പോഴേ സന്തോഷം. ഇതുപോലത്തെ ഒരു ഗസ്റ്റുകളെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇന്ന് വരെ എന്നും പറഞ്ഞുകൊണ്ട് മഹാനായ അൻസാരി ഉടനെ ചെന്നുകൊണ്ട് ഈ ഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. കത്തിയെടുത്ത് ആട്ടിനെ അറുത്ത് സദ്യ ഉണ്ടാക്കുകയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും തീറ്റിക്കുകയാണ്. രണ്ടാളും ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷത്തോടെ റാഹത്തോടെ പുറത്തിറങ്ങിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോടും ഉമർ ഖത്താബിനോടും പറഞ്ഞ വാചകം നമ്മളൊന്ന് കേൾക്കുക. എന്താ പറഞ്ഞത്? വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂഅ് സുമ്മ ലം തർജിഉ ഹത്താ അസാബകും ഹാദൻ നഈം. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. അബൂബക്കറെ, ഉമറേ, ഈ അനുഗ്രഹത്തെ പറ്റി റബ്ബിനോട് കണക്ക് പറയേണ്ടി വരൂട്ടോ. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വിശന്നിട്ടാണ്. ഇപ്പൊ നമ്മളൊക്കെ നല്ല വയറ് നിറഞ്ഞിട്ടാ പോകുന്നത്. പടച്ചവനാ തന്നത്. ഇതിനെപ്പറ്റി ചോദ്യം ഉണ്ടാകും. നിങ്ങൾ ഈ അനുഗ്രഹം കിട്ടിയതിന് എനിക്ക് നന്ദി ചെയ്തോ എന്ന ചോദ്യമുണ്ടാകും. ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, അനുഗ്രഹങ്ങൾ മുഴുവനും എന്റെ റബ്ബാണ് തന്നതെന്ന ബോധത്തോടെ അവന് ശുക്ർ ചെയ്തിട്ടുണ്ടോ, യഥാർത്ഥമായ നിലക്ക് നിങ്ങൾ നന്ദി കാണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ആരും ഒഴിവാകില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അധ്യായത്തിന്റെ അവസാന വചനം ഓതി കേൾപ്പിച്ചു. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിശ്ചയം നിങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല പ്രിയമുള്ളവരെ. അനുഭവിച്ച് സെക്കൻഡ് കണക്കിന് നമ്മൾ അനുഭവിച്ചുകൊണ്ട് തീർക്കുകയാണ്. പടച്ച റബ്ബിനോടുള്ള ശുക്റാണെങ്കിൽ അതിന്റെ 1000 കോടി അയലത്തെത്താൻ മാത്രം പോലും ഇല്ല. ഇത്രയും വലിയവർ അരക്ഷിതാവസ്ഥയിൽ, അധാർമികതയിൽ, നന്ദികേടിൽ കഴിയുന്ന നമ്മൾ ചിന്തിക്കുക, റബ്ബേ നിന്നോട് ശുക്ർ ചെയ്യാനുള്ള ഒരു മനസ്സിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അല്ലാഹുമ്മ അഇന്നി അലാ സിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നന്ദിയുള്ളവരാവുക. റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നൽകുന്ന അനുഗ്രഹങ്ങളെ അത് അവനാണ് തന്നതെന്ന ദൃഢമായ വിശ്വാസം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട വഴികളിലേക്ക് മാത്രം അവ വിനിയോഗിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുന്ന യഥാർത്ഥ ശാകിരീങ്ങളിൽ ദാകിരീങ്ങളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ റബ്ബ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ എല്ലാവരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കടന്നു വന്നിരിക്കുന്ന മാസം റജബ് മാസമാണ്. റജബ് മാസം എന്ന് പറയുന്നത് പ്രത്യേകം ആദരിക്കപ്പെട്ട 4 മാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാസമാണ്. പണ്ട് കാലം മുതൽക്ക് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട, ഒരു നിലക്കും നിങ്ങൾ ആ മാസത്തെ അനാദരിക്കരുതെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ മാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാസമാണ് റജബ്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് ദ്രോഹം കാണിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. തന്നോട് ദ്രോഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ 2 നിലക്കുണ്ട്. ഒന്ന്, തന്നെ ആക്രമിക്കലാണ്. അതെങ്ങനെയാ? പാപം ചെയ്തുകൊണ്ട്. എല്ലാ മാസവും പാപം ചെയ്യൽ പാടില്ലാത്തതാണ്. റജബിലാകുമ്പോൾ നമ്മുടെ കണ്ണും കാതും നാവും ഒക്കെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തോട് ദുൽമു ചെയ്യരുത്, അക്രമം കാണിക്കരുത്, ഹറാമുകളിൽ നിന്ന് പ്രത്യേകം വിട്ടു നിൽക്കണം. മറ്റൊരാളോടുള്ള ദുൽമ്, അയാളെ അതിക്രമിക്കൽ, അയാളെ ചീത്ത പറയൽ, അയാളെ ശകാരിക്കൽ, അയാളെ അപമാനിക്കൽ, ധനം കവരൽ, ഏതെങ്കിലും നിലക്ക് അഭിമാനമോ മറ്റു നിലക്കോ കവരൽ, എല്ലാം ദുൽമുകളാണ്. ഈ ദുൽമുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞ പ്രത്യേകമായ മാസമാണ് റജബ് മാസം എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. അതേ അവസരത്തിൽ അതുപോലെ ദുൽമിൽപ്പെട്ടതാണെന്ത്? അല്ലാഹു നിശ്ചയിക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിലൂടെ പുണ്യമാശിക്കലും ദുൽമാണ്. അല്ലാഹു ഓരോന്നിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്കൊരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർത്തി നമ്മുടെ വകയായിട്ട് വിട്ടുകിടന്നാൽ അതും ദുൽമാണ്. അല്ലാഹു വിരോധിച്ച മാസം, അല്ലാഹു വിരോധിച്ച കാര്യമാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്താ അതിർത്തി, എന്താ പരിധി. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. റസൂൽ നിങ്ങൾക്ക് എന്തൊന്നു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണേ.
അവിടുന്ന് നിങ്ങളോടെന്ത് വിരോധിച്ചുവോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാണ്. അവിടുന്ന് കൊണ്ടുവന്നതല്ലാത്ത ഒരു നിസ്കാരം, അവിടുന്ന് പഠിപ്പിച്ചതല്ലാത്ത ഒരു നോമ്പ്, അവിടുന്ന് പഠിപ്പിച്ചതല്ലാത്ത ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ദാനധർമ്മം, അവിടുന്ന് പഠിപ്പിച്ചതല്ലാത്ത നിലക്ക് പുണ്യം കൽപ്പിച്ചുകൊണ്ട് മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾ ഈ മാസത്തിൽ നാം ചെയ്യുമ്പോൾ അതും വളരെ ഗൗരവത്തോടുകൂടെയുള്ള ശിക്ഷാർഹമായ ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ചില സ്ഥലങ്ങളിലൊക്കെ റജബ് മാസം വന്നു കഴിഞ്ഞാൽ ചിലരുടെ ധാരണ റജബിൽ പ്രത്യേകമായ സ്പെഷ്യൽ നമസ്കാരമുണ്ട്, റജബിൽ സ്പെഷ്യൽ നോമ്പുണ്ട്, റജബിൽ സ്പെഷ്യൽ സ്വതക്കക്ക് പുണ്യമുണ്ട്, റജബിൽ സ്പെഷ്യൽ ഉംറക്ക് പുണ്യമുണ്ട്. അങ്ങനെ ഈ മാസത്തിൽ ഇബാദത്തുകൾക്ക് മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ട് റജബിലെ ആദ്യത്തെ ആഴ്ച, റജബിലെ ആദ്യത്തെ ബുധൻ, റജബിലെ രണ്ടാമത്തെ ബുധൻ, ഇങ്ങനെ റജബ് മാസത്തിലെ ഓരോ ദിവസവും പ്രത്യേക നിസ്കാരങ്ങളും നോമ്പും, പ്രത്യേകിച്ച് റജബ് 27 മിഅ്റാജ് നോമ്പ് എന്ന പേരുള്ള ഒരു നോമ്പുമൊക്കെ ആയിക്കൊണ്ട് ഈ റജബ് മാസത്തിൽ പ്രത്യേകമായി സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ ഒരു പ്രത്യേക നിസ്കാരം നിർവഹിച്ചുകൊണ്ടൊക്കെ ഇല്ലാത്ത നിസ്കാരവും നോമ്പും സ്വതക്കൊക്കെ നടത്തിക്കൊണ്ട് റജബിനെ ഒന്ന് പ്രത്യേകമായി പുണ്യവൽക്കരിക്കുന്ന, പ്രവാചകൻ പഠിപ്പിച്ചയിടത്ത് നിൽക്കാതെ അതിർത്തി വിട്ടുകൊണ്ട് ഉൽമ കാണിക്കുന്ന ആളുകളെ സമൂഹത്തിൽ കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇത്തബിഉ, നിങ്ങൾ റസൂലുള്ളാഹിനെ പിൻപറ്റണേ, വലാ തബ്തദിഉ, നിങ്ങൾ ബിദ്അത്ത് ചെയ്യരുത്. നമുക്കിഷ്ടം പോലെ നിസ്കാരവും നോമ്പും നല്ലതല്ലേ എന്ന് വിചാരിച്ചുണ്ടാക്കാൻ പറ്റൂല. റജബ് മാസമായ പ്രത്യേക ഒരു നിസ്കാരവും നോമ്പൊന്നുമില്ല. മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിന്റെ ഉടമ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ് പറയാണ്, ലം യരിദ് ഫീ ഫളി ശഹരി റജബിൻ, റജബ് മാസത്തിന്റെ പോരിശയെ പറ്റി വന്നിട്ടേയില്ല. വലാ ഫീ സിയാമിഹി, അതിലെ ഏതെങ്കിലും അതിലെ നോമ്പിനെ കുറിച്ചും വന്നിട്ടില്ല. വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു, ആ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ചോ വന്നിട്ടേയില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, അതിലെ ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകമായി ഒരു നമസ്കാരമുണ്ട് എന്നതിനെ കുറിച്ചും വന്നിട്ടേയില്ല. ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് കൊള്ളാവുന്ന നിലക്കുള്ള ഒരു സഹീഹായ ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് റജബ് മാസല്ലേ എന്ന് വിചാരിച്ച് സ്പെഷ്യൽ നിസ്കാരവും നോമ്പും സദഖയും കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത്. അള്ളാഹു ആദരിച്ച മാസമാണ്, അതിന് നിശ്ചയിച്ച പരിധിയുണ്ട്. അതിന്റെ അപ്പുറം വിട്ടുകിടന്നുകൊണ്ട് ആരും പ്രവർത്തിക്കണ്ട, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ചെവി കൊടുക്കണ്ട. ദീൻ അവിടുന്ന് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആദരണീയമായ ഈ മാസത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് കൂടുതൽ സൂക്ഷ്മതയോടെ നമ്മൾ ജീവിക്കുക. അതല്ലാതെ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടില്ലാത്ത ഒരു ഇബാദത്തുകളുടെയും പിന്നാലെ പോകരുതെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സർവശക്തനായ നാഥൻ അവൻ പഠിപ്പിച്ചയിടത്ത് ഒതുങ്ങി നിൽക്കുന്ന യഥാർത്ഥ അനുസരണമുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ പല ആവശ്യങ്ങൾക്കായി ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. പ്രസവ വേദനയുമായി തിയേറ്ററിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുണ്ട്. ഡോക്ടർമാര് പ്രതീക്ഷ കൈവടിഞ്ഞിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടൊരു സഹോദരൻ പറഞ്ഞു, അള്ളാഹുവേ, ആ സഹോദരിയുടെ വേദന ലഘൂകരിച്ചുകൊണ്ട് ആ സഹോദരിക്ക് രക്ഷ നൽകണമേ നാഥ. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലുകളിൽ, വീടുകളിലൊക്കെ വേദന അനുഭവിക്കുന്നുണ്ട്. അള്ളാഹുവേ, മാരകമായ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നീ എല്ലാം ശിഫയാക്കാൻ കെൽപ്പുറ്റവനാണ്. അള്ളാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവിധത്തിലുള്ള മാനസികമായ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് മോചനം നൽകണമേ. പരീക്ഷണങ്ങളിൽ തളരാതെ പതറാതെ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തുകൾ ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണമേ നാഥ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കരുത് റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, കുടുംബാദികൾ, സഹോദരങ്ങൾ, അവരിലെ സത്യവിശ്വാസികളായി ജീവിച്ചു മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹുവേ, നീ അവരുടെ ഖബർ സന്തോഷത്തിലാക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى
إلى رحمتك اللهم وفق ولاة أمورنا لما تحبه وترضاه اللهم سدد خطى حاكمنا يا ذا الجلال والإكرام اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.